പ്രിയ സുഹൃത്തെ, ഞാൻ മുകേഷ്. പ്രവാസം വിരഹത്തിൻ്റെ വേദനയാണ്, ഏകാന്തതയുടെ തീച്ചൂളയാണ്. 2014 സെപ്റ്റംബർ 25 കടലിനു മുകളിലൂടെയുള്ള എൻ്റെ ആദ്യത്തെ വിമാനയാത്ര. വിമാനത്തിലിരുന്ന് ഞാൻ പലതും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളുമായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ. സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വന്നപ്പോൾ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പെരുമഴയായി പെയ്തിറങ്ങി. ആ ഇടറുന്ന ശബ്ദത്തോടെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മോനെ എന്നു പറഞ്ഞ് വിങ്ങിപ്പൊട്ടിയ ആ അമ്മയുടെ മുഖം. അത്രയും കാലം എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെച്ചും കളിച്ചും ചിരിച്ചും ഒരു നിഴലുപോലെ കൂടെ നടന്നിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഏതൊക്കെയോ ചില സാഹചര്യങ്ങളാൽ ശത്രുക്കളായവർ നിറകണ്ണുകളോടെ എന്നെ നോക്കി നിന്ന ആ നിമിഷങ്ങൾ. ചിലരെല്ലാം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പോയി നന്നായിട്ട് വരൂ. ഒരു പ്രവാസിയാകാൻ പോകുന്നവൻ്റെ ആദ്യത്തെ നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ. പിന്നെ വീട്ടിൽ നിന്നും അകലും തോറും ആ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. നാട്ടിലും വീട്ടിലും വില്ലൻ കഥാപാത്രമായ എൻ്റെ നെഞ്ചിടിപ്പ് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ സ്വയം ആശ്വസിച്ചു. നാട്ടിൽ ജോലി ചെയ്താൽ കിട്ടുന്ന കാശിൻ്റെ മൂല്യം തിരിച്ചറിയാതെ കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ച് അടിച്ച് പൊളിച്ച് ജീവിതം തള്ളി നീക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി. നാട്ടിൽ 45,000 രൂപ വരെ ശമ്പളം നേടിയിരുന്ന, എന്നാൽ ഇപ്പോൾ ഗൾഫിൽ 30,000 രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ഗൾഫിലെ ദുരിതവും ഏകാന്തതയും അനുഭവിച്ചറിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകളാണിത്. പ്രവാസം വിരഹത്തിൻ്റെ വേദനയാണ്, ഏകാന്തതയുടെ തീച്ചൂളയാണ്. ഇവിടെ പണം കായ്ക്കുന്ന മരങ്ങളില്ല, ഇളം കാറ്റിൽ ആടിയുലയുന്ന തെങ്ങോലകളും മരച്ചില്ലകളും ഇവിടെയില്ല. ഒഴുകുന്ന പുഴയും ഇടവമാസത്തെ തൊട്ടുതലോടുന്ന ഇടവപ്പാതിയും ഇവിടെയില്ല. എന്തിന് ചുട്ടുപൊള്ളുന്ന ആവി പറക്കുന്ന ഈ മരുഭൂമിയെ ഒരു പ്രാവശ്യമെങ്കിലും ശാന്തമാക്കാൻ കഴിയുന്ന ഒരു മഴ പോലും ഇവിടെയില്ല. ആവി പറക്കുന്ന മരുഭൂമിയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭീമാകാരമായ കെട്ടിടങ്ങളും ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ വാഹനങ്ങളും മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ പ്രവാസത്തിൻ്റെ പിടിയിലകപ്പെട്ട് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്ന കുറേ പാവം പ്രവാസികളും. ഇരുൾ നിറഞ്ഞ ഇടുങ്ങിയ 4 ചുവരുകൾക്കുള്ളിലാണ് ഞാൻ ജീവിതം പഠിച്ചു തുടങ്ങിയത്. റൂമിൽ നിന്നും കടയിലേക്ക്, കടയിൽ നിന്നും വീണ്ടും റൂമിലേക്ക്. അത് ഒരു അച്ചുതണ്ടിലെന്ന പോലെ കറങ്ങിക്കൊണ്ടേയിരുന്നു. എവിടെ ചെന്നാലും 4 ചുവരുകൾ മാത്രം. ഒരു തടവറയിലെ ജീവിതം പോലെ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്ത് ദിവസങ്ങളും മാസങ്ങളും എണ്ണിക്കൊണ്ടിരിക്കുന്ന ഞാനും ഒരു പ്രവാസിയാണ്. ഞാൻ എന്നോട് തന്നെ പലതവണ സ്വയം ചോദിച്ച ചോദ്യമാണിത്. AC-യിട്ട കടയ്ക്കുള്ളിൽ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന ഞാൻ പ്രവാസിയാണെങ്കിൽ, കടയുടെ ചില്ലുജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പലപ്പോഴും ഒരിറ്റു ദാഹജലം പോലും കിട്ടാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു കൂട്ടം ജനതയെ ഞാൻ എന്തു വിളിക്കും? അല്ല, ഞാനും പ്രവാസിയാണ്. ഞാൻ സ്വയം മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. അവരിൽ ഒരാളാണ് ഞാനും. ഇവിടെ പലപ്പോഴും ആരും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാറില്ല. എന്നാൽ കപട സ്നേഹപ്രകടനങ്ങൾക്ക് ഒട്ടും കുറവുമില്ലതാനും. ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അറിയാവുന്ന പലർക്കും ഇവിടെ വന്നാൽ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടെന്നും വരാം. ഇവിടെ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിനല്ല വില, കുമിഞ്ഞു കൂടുന്ന പണത്തിനാണ് വില. പണത്തിനു വേണ്ടി തോളിൽ കൈയിട്ട് നടക്കുന്ന സുഹൃത്തിനെ കുരുതി കൊടുക്കുന്നവനും പ്രവാസി. തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥതയ്ക്കു വേണ്ടിയും പാവപ്പെട്ട സഹപ്രവർത്തകരെ അടിച്ചമർത്തി ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുന്നവനും പ്രവാസി. മറ്റുള്ളവരുടെ തകർച്ചയിൽ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവനും പ്രവാസി. അറബിയുടെ ആട്ടും തുപ്പും തെറിവിളിയും അടിയും കൊണ്ട് സഹനശക്തിയോടെ ജീവിതം പടുത്തുയർത്തുന്നവനും പ്രവാസി.
സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്നവനും പ്രവാസി. പ്രവാസം തുടർന്നുകൊണ്ടേയിരുന്നു. നാട്ടിലെ സ്വർഗതുല്യമായ ജീവിതത്തിനിടയിൽ ചെറിയ ചെറിയ കടബാധ്യതകളിൽ അകപ്പെടുമ്പോൾ, അതു താങ്ങാൻ കഴിയാതെ വരുമ്പോൾ, ഈ ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിൽ വന്ന് പെടാപ്പാടുപെട്ട് അവസാനം വലിയൊരു കടബാധ്യതയുടെ ഉടമയായി നാട്ടിലെത്തുമ്പോൾ, ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടാത്ത ഒറ്റപ്പെടുന്ന പ്രവാസികൾക്ക് കൂട്ടിനായി പിന്നെയും തീരാത്ത കടബാധ്യതകളും കുറേ നിഴലരിച്ച ജീവിതാനുഭവങ്ങളും മാത്രം. എങ്കിലും ജീവിതം എന്താണെന്ന് പഠിക്കണമെങ്കിൽ, പണത്തിൻ്റെ മൂല്യം എന്താണെന്ന് അറിയണമെങ്കിൽ, സമയത്തിൻ്റെ ദൈർഘ്യം അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും പ്രവാസിയായേ തീരൂ. പിറന്ന നാടിനെയും വീടിനെയും വീട്ടുകാരെയും കൂട്ടുകാരെയും സ്വന്തം ഭാര്യയെയും ഓമനത്തം വിട്ടുമാറാത്ത പിഞ്ചു പൈതങ്ങളെയും മനസ്സിൽ താലോലിച്ചും തലോടിയും തൻ്റെ കൊഴിഞ്ഞുപോയ വസന്തകാലങ്ങളുടെ ഓർമ്മകളെ ഇനിയും ഒരിക്കൽ കൂടി താലോലിക്കാം എന്ന പ്രതീക്ഷയോടെ ഓരോ നാളും തള്ളി നീക്കുന്ന പ്രവാസിക്കു പകരം പ്രവാസി മാത്രം. സൂര്യൻ്റെ ദയാദാക്ഷിണ്യമില്ലാത്ത ഈ കൊടും ചൂടിൽ പണിയെടുത്ത് സൗന്ദര്യവും ആരോഗ്യവും നശിപ്പിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിന് താങ്ങും തണലുമായി തൻ്റെ മോഹങ്ങളെല്ലാം മനസ്സിൽ നിന്നും പാടെ പിഴുതെറിഞ്ഞ് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഓരോ പ്രവാസികൾക്കും എൻ്റെ 1000 പ്രണാമം. മുകേഷ്, പുത്തൻവീട്ടിൽ. പ്രിയ സുഹൃത്തേ, ഞാൻ മുകേഷ്.